ഒരു ഡിഗ്രി നേടാൻ മാത്രമാണോ നിങ്ങൾ കോളേജ് തിരഞ്ഞെടുക്കുന്നത്? അതോ നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് ചിറകുകൾ നൽകുന്ന ഒരു ക്യാമ്പസിനെയാണോ അന്വേഷിക്കുന്നത്? ഇതാ നിങ്ങൾക്കൊരു ജെൻ-സി ക്യാമ്പസ്. അതാണ് നാക് NBA അംഗീകാരത്തോടെ 23 വർഷമായി റോയൽ കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആൻഡ് ഡേറ്റ സയൻസ്, കമ്പ്യൂട്ടർ സയൻസ് വിത്ത് സൈബർ സെക്യൂരിറ്റി, ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ, മെക്കാനിക്കൽ, സിവിൽ എഞ്ചിനീയറിംഗ് കോഴ്സുകളിലേക്കും BCA ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, BCA സൈബർ സെക്യൂരിറ്റി, BBA ഏവിയേഷൻസ്, BBA ലോജിസ്റ്റിക്സ് എന്നീ കോഴ്സുകളിലേക്കും അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. മെറിറ്റ് അലോട്ട്മെന്റിന് ആദ്യ ഓപ്ഷനായി റോയൽ കോളേജ് സെലക്ട് ചെയ്യൂ. കോളേജ് കോഡ് RCE, അക്കിക്കാവ്, പെരുമ്പിലാവ്. അഡ്മിഷനായി ഇന്ന് തന്നെ ബന്ധപ്പെടൂ. കുറ്റിപ്പുറം റെയിൽവേ സ്റ്റേഷനിൽ പ്ലാറ്റ്ഫോമിലൂടെ സ്കൂട്ടർ ഓടിച്ചയാളെ ഷൊർണൂർ റെയിൽവേ സുരക്ഷാ സേന അറസ്റ്റ് ചെയ്തു. പാലക്കാട് തിരുവേഗപ്പുറ നെടുങ്ങോട്ടൂർ പുല്ലാനിക്കാട് വീട്ടിൽ കുഞ്ഞുമൊയ്തീനെയാണ് ബുധനാഴ്ച RPF SI ഷാജി തോമസ് അറസ്റ്റ് ചെയ്തത്. ചൊവ്വാഴ്ച വൈകിട്ട് 3:30 2-ാം നമ്പർ പ്ലാറ്റ്ഫോമിലാണ് കുഞ്ഞുമൊയ്തീൻ സ്കൂട്ടർ ഓടിച്ചത്. 2-ാം നമ്പർ പ്ലാറ്റ്ഫോമിൽ വാഹന പാർക്കിംഗ് സ്ഥലത്ത് കൂടിയാണ് പ്ലാറ്റ്ഫോമിലേക്ക് സ്കൂട്ടർ കയറ്റിയത്. തുടർന്ന് പ്ലാറ്റ്ഫോമിലൂടെ പടിഞ്ഞാറ് ഭാഗത്തേക്ക് ഓടിച്ചു. പ്ലാറ്റ്ഫോം അവസാനിക്കുന്നിടത്ത് എത്തുമ്പോഴേക്കും യാത്രക്കാർ ചോദ്യം ചെയ്തതോടെ സ്കൂട്ടറുമായി പ്ലാറ്റ്ഫോമിലൂടെ തന്നെ കുഞ്ഞുമൊയ്തീൻ തിരികെ പോയി. ഈ ദൃശ്യങ്ങൾ യാത്രക്കാരിൽ ചിലർ പകർത്തി സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിച്ചതോടെയാണ് RPF രംഗത്തിറങ്ങിയത്. റെയിൽവേ സ്റ്റേഷനിലെ CCTV ക്യാമറകളിൽ നിന്നുള്ള ദൃശ്യങ്ങളിൽ നിന്നും സ്കൂട്ടറിന്റെ നമ്പർ ലഭ്യമായതോടെ ഉടമയെ തിരിച്ചറിയുകയായിരുന്നു. ബുധനാഴ്ച കുഞ്ഞുമൊയ്തീനെ ഷൊർണൂർ RPF ഓഫീസിലേക്ക് വിളിച്ചു വരുത്തി ചോദ്യം ചെയ്തപ്പോൾ താൻ റെയിൽവേ സ്റ്റേഷന് സമീപത്തുള്ള സബ് രജിസ്ട്രാർ ഓഫീസിലേക്ക് വരികയായിരുന്നുവെന്ന മറുപടിയാണ് കുഞ്ഞുമൊയ്തീൻ നൽകിയത്. അനധികൃതമായി റെയിൽവേ സ്റ്റേഷനിലേക്ക് പ്രവേശിച്ചതുൾപ്പെടെയുള്ള വകുപ്പുകൾ പ്രകാരമാണ് കേസെടുത്തത്. 1 വർഷം വരെ തടവ് ശിക്ഷയും പിഴയും ലഭിക്കാവുന്ന കുറ്റമാണ് പ്ലാറ്റ്ഫോമിലൂടെ വാഹനം ഓടിക്കുന്നത്. ഇത്തരം കുറ്റകൃത്യങ്ങൾ ചെയ്യുന്നവർക്കുള്ള മുന്നറിയിപ്പ് കൂടിയാണിതെന്ന് റെയിൽവേ സുരക്ഷാ സേന അധികൃതർ അറിയിച്ചു. കുഞ്ഞുമൊയ്തീന് ജാമ്യം നൽകി വിട്ടയച്ചെങ്കിലും വാഹനം കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. You are watching VCV News.